ആരോഗ്യമന്ത്രി വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന് യൂത്തന്മാരും കേസുകാരും ക്രൂരമായി ആക്രമിച്ചു. ഇൻക്ലാബ് സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. വലിയ പ്രതിഷേധം ആശുപത്രി മുന്നിൽ CPM അവിടുത്തെ ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വം നടക്കുകയാണ്. ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, P ജയരാജൻ അടക്കമുള്ള നേതൃത്വത്തിന് ആ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. അവിടെ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ്. ഉറപ്പായും വലിയ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറുകൾ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്ന ഒരു കരിങ്കുടി പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രിക്ക് നേരെ അവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. വന്ദേ ഭാരത് ട്രെയിനിൽ മന്ത്രി കടക്കാൻ പോകുമ്പോഴാണ് KSU പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം. ആരോഗ്യമന്ത്രിക്ക് അതിൽ പരിക്കുണ്ട്, ഉന്തും തള്ളിലും ആരോഗ്യമന്ത്രിക്ക് പരിക്കുണ്ട്. അതിൽ കഴുത്തിൽ വലിയ മാരകമായ പരിക്ക് ഉണ്ട് എന്നുള്ളതാണ് ICUവിൽ പ്രവേശിപ്പിച്ചുവെന്ന് P ജയരാജൻ പറയുന്ന നേരത്തെ KK ശൈലജയാണ് നമ്മളോട് ഡോക്ടർമാരോട് നേർക്കുന്നത് സംസാരിച്ച KK ശൈലജ പറഞ്ഞത് കഴുത്തുവേദന ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഡോക്ടേഴ്സ് അവിടെ ചികിത്സകൾ അവിടെ തുടരുകയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്. നേരെ മുഖ്യമന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ചത്. VK സനോജിന്റെ അടക്കം നേതൃത്വത്തിലുള്ള പ്രതിഷേധം അവിടെ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. V വസീഫ് അടക്കം നമ്മോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിൽ തെരുവിൽ പ്രതിഷേധമായി ഉണ്ടാകും എന്ന് തന്നെയാണ്. ഒരുപക്ഷേ ദിവസങ്ങളോളം നീണ്ടു നിന്നേക്കാവുന്ന ഒരു പ്രതിഷേധത്തിന്റെ തുടക്കമാണത് എന്ന് തന്നെ വേണം കരുതാൻ. അത് അസാധാരണമായ ഒരു സംഭവമാണ് എന്ന് തന്നെ CPM നേതാക്കൾ പറയുന്നു. അസാധാരണമായ സംഭവമാണ് താനും അത്. അങ്ങനെ ഈ പോയ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പ്രതിഷേധങ്ങൾ അതിരുകടന്നു എന്നതാണ് ആരോപണം. KSU പ്രവർത്തകർ പക്ഷേ KSU പറയുന്നത് അങ്ങനെ അതിരുകടന്നിട്ടില്ല, സാധാരണ പ്രതിഷേധം മാത്രമായിരുന്നു. ആരോഗ്യമന്ത്രി അഭിനയിക്കുകയാണ് എന്നാണ് ഏതൊരു KSU മുഹമ്മദ് ഷമ്മാസിന്റെ പ്രതികരണം. അവിടെ ജില്ലാ ആശുപത്രിക്കകത്ത് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് കഴുത്തിന് അടക്കം നല്ല വേദനയുണ്ട് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ അവിടെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അവിടെ കാണുന്നത്. അതിൻ്റെ കഴുത്തിൽ നമ്മൾ കോളർ എന്നൊക്കെ പറയുന്ന രീതിയിൽ കോളറൊക്കെ ഇട്ട് ആണ് ആരോഗ്യമന്ത്രി അവിടെ ഇപ്പോൾ ചികിത്സയിലിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിന് വലിയ പരിക്കുണ്ട് എന്നാണ് CPM നേതാക്കളൊക്കെ പറയുന്നത്. ഡോക്ടേഴ്സ് പറയുന്നപ്പോൾ ഇപ്പോഴും എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടൽ മറ്റോ ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ നോക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് CPMന്റെ ആഹ്വാനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് സംസ്ഥാന വ്യാപകം പ്രതിഷേധിക്കണം എന്ന ആഹ്വാനമായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും വലിയ തുടർ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെക്കാവുന്ന വലിയ സമരത്തിന് തുടക്കം ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ CPM ജില്ലാ നേതൃത്വത്തിൽ അവിടെ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അജീഷ് ശേഖമാർ തുടരുന്നുണ്ട്. അജീഷ്, നമ്മൾ ഈ മന്ത്രി ഐസിയുവിനകത്തുള്ള കട്ടിൽ കിടക്കുന്ന മന്ത്രിയാണ് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സന്ദർശിക്കുമ്പോൾ മന്ത്രിയുടെ കഴുത്തിൽ നമ്മൾ കോളർ എന്ന് പറയില്ലേ, അതൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വലിയ പരിക്ക് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്?
എന്തായാലും ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെ മന്ത്രിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം മന്ത്രി ഇപ്പോൾ ICUവിനകത്താണ് മന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രി ജില്ലാ സെക്രട്ടറി ഒപ്പം ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രിയെ നേരിട്ടെത്തി കണ്ട് ആരോഗ്യനില ചോദിച്ചറിഞ്ഞത് ഡോക്ടർമാരോട്. എന്തായാലും എക്സ്റേ റിപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിന് മാത്രമേ എത്രത്തോളം ഈ പരിക്ക് കഴുത്തിൽ എത്രത്തോളം ആഴത്തിൽ മുറിവുണ്ട് അല്ലെങ്കിൽ ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ അസ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധത്തിനാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഈ ആരോഗ്യമന്ത്രി ഈ ആക്രമണത്തിന് ഇരയായി എന്നറിഞ്ഞ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ CPMന്റെ നേതാക്കൾ, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇപ്പോൾ DYFIയുടെ നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ കണ്ണൂർ നഗരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പലയിടത്ത് ഏതാണ്ട് 5ലധികം സ്ഥലത്ത് മന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് KSU യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷന് പുറത്ത് BJPയുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു അസാധാരണമായ ഒരു സംഭവം, പ്രതിഷേധം അതിരുകടന്ന് മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ CPMന്റെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ P ജയരാജൻ അടക്കമുള്ളവരുണ്ട്, TV രാജേഷുണ്ട്, ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരുമുണ്ട്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. ഇവിടെ കണ്ണൂർ നഗരത്തിലേക്ക് ഇപ്പോൾ അവർ പ്രതിഷേധ മാർച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മന്ത്രിക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാർച്ച് നടത്തുകയാണ്. എന്തായാലും അടുത്ത കാലത്തൊന്നും കാണാത്ത ഈ രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു, സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് CPMന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അതിന് കാരണമായത് മന്ത്രിക്കെതിരെയുള്ള ആക്രമണമാണ്. എന്തായാലും ഈ ആക്രമണത്തെ KSU പ്രവർത്തകർ തള്ളിപ്പറയുന്നുണ്ട്. കാരണം KSU പ്രവർത്തകർ പറയുന്നത് മന്ത്രിക്ക് അടുത്തേക്ക് അവർ പോയിട്ടില്ല, പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത് എന്നവർ പറയുന്നുണ്ടെങ്കിലും മന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് സ്പീക്കറും മന്ത്രിയും വ്യക്തമാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മന്ത്രിയെ നേരിട്ടെത്തി കണ്ടിരുന്നു, അദ്ദേഹം മടങ്ങിയിരുന്നു, അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു. ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയുണ്ട്, അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. എന്തായാലും DYFI അടക്കമുള്ളവർ കണ്ണൂർ ജില്ലയിൽ വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ തന്നെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഏതാണ്ട് 5 മണിയോടെ കണ്ണൂർ നഗരത്തിൽ DYFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രിയെ അവിടെ ആശുപത്രിയിൽ സന്ദർശിക്കുന്ന ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. ICUവിനകത്താണ് മന്ത്രി ഉള്ളത്. കഴുത്തുവേദന ഇപ്പോഴും ഉണ്ട് എന്നാണ് മുൻ ആരോഗ്യമന്ത്രി KK നമ്മളോട് നേരത്തെ പറയുകയും ചെയ്യും. എന്തായാലും ആ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾക്ക് തുറക്കമിടുന്ന ഒരു പ്രതിഷേധം ആയിട്ട് വേണം CPM ജില്ലാ നേതൃത്വത്തിന് പ്രതിഷേധത്തെ കാണാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.